അത് 101 വാർഡിന്റെയും കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. ആ പോരായ്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് 101 വാർഡിനും വികസനത്തിന്റെ കാര്യത്തിൽ ഫണ്ട് തരുമ്പോഴോ മറ്റുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൗൺസിലർമാർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. വികസനവും ക്ഷേമവും നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല തിരുവനന്തപുരത്ത് LDFന്റെ ഭരണം നഷ്ടപ്പെട്ടത്. ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. കാരണം നിങ്ങൾ ഇപ്പൊ പോകുന്ന സ്കൂളിലും നിങ്ങൾ ഇപ്പൊ പോകുന്ന റോഡിലും ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കും സന്തോഷമാണ്. ഏതെങ്കിലും വികസനത്തിനെതിരാണെന്ന് ഇവിടെ ആരെങ്കിലും സൂചിപ്പിച്ചോ? കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഇവിടെ എന്താ ഇപ്പൊ എല്ലാവരും പറഞ്ഞത്? ഈ തന്ന അജണ്ട ഈ അവസാന നിമിഷം തന്നെ പുതിയ കൗൺസിലറുകളാണ്. പലരും കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പഴയത്. അവർക്കൊന്ന് നോക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. എന്താ ചോദിച്ചാൽ തെറ്റുണ്ടോ? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ആ തെറ്റാണെന്നാണോ എനിക്ക് തോന്നുന്നത്? ഒരിക്കലും തെറ്റിലല്ല പറഞ്ഞത്. ഇതൊന്ന് നോക്കാൻ അവസരം തരണം. 2 ദിവസം കഴിഞ്ഞ് വെക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പാസ്സാക്കാമെന്നാണ് പറഞ്ഞത്. 31-ാം തീയതി ഒരു ദിവസമുണ്ട്. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇനി വന്നു, ഞങ്ങൾ അങ്ങനെ വന്നു, അതൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇവിടെ ആരും കൊച്ചാക്കുകയും വേണ്ട. എന്താണ് കാരണമെന്നും അതിനുള്ള അവിടെ വന്നതിന്റെ ഇതും അറിയാം. എല്ലാ ഗുണങ്ങളും നിങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. ആണോ? നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാർഡുകളിൽ ആളായത്. എങ്ങനെ അളിനാതൊന്നുകൂടി പറഞ്ഞേ. നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാർഡുകളിൽ ആളായത്. ഹോ, മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളാരും ഒന്നും ചെയ്യാതല്ല നിങ്ങളായത്. അതുകൊണ്ട് അങ്ങനെ ഞാനും നിങ്ങളും മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ എന്നൊക്കെ വാദം ഞങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കാനൊന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ഗിരി? ഇവിടെ ആരെങ്കിലും പറഞ്ഞു? അപ്പൊ ഗിരിയാണ് ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയവും അനാവശ്യമായ വെല്ലുവിളികളും ഗിരിയാണ് നടത്തുന്നത്. ഗിരിക്ക് ഉത്തമ ബോധ്യം വേണം. ഗിരി ഇപ്പോൾ ഭരിക്കുന്ന ഒരു കൗൺസിലിന്റെ ഭാഗമാണ്. ഗിരി കുറച്ചും കൂടെ ഒക്കെ തന്മയത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രകോപിതരാവാൻ പറ്റിയ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ചിരിക്കാൻ നമുക്ക് എല്ലാവരും ചിരിക്കാൻ നമുക്ക് അടുത്തേക്ക് പോവാം. ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. വാർഡ് വിഭജിച്ചത് ആരാണെന്ന് രാഖി പറയുന്നുണ്ടോ എന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു. എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെയാണ് ഭാവിച്ചേട്ടാ. നിങ്ങളിതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ തന്നെയാണ്. സമയത്തിന് ഇരിക്കുമ്പോഴാണ് ഓരോ പേപ്പർ കൊണ്ടുവരുന്നത്. മനസ്സിലായി? പലതും നമ്മൾ പറയുമ്പോഴും 55 പേരുള്ള ദാർഷ്ട്യം കൊണ്ട് പാസ്സാക്കി പോകാറുണ്ട്. പോട്ടെ. അല്ല, ഇപ്പൊ പറയുന്നത് നമ്മളതല്ല. പറയുമ്പോ എല്ലാം ഒരു ന്യായം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുക. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കഴിഞ്ഞ 5 വർഷവും ഈ കൗൺസിലിൽ തന്നെ ഈ ഭാഗത്തുനിന്ന് 2ാമത്തെ കസേരയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. വാർഡ് വിഭജനത്തിന്റെ ചർച്ച 1.5 വർഷം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഗൗരവമായിട്ട് തുടങ്ങിയത് മുതൽ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കോർപ്പറേഷനിലെ ക്യൂഫീൽഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചത് വരച്ചവരെ ഉൾപ്പെടെ നിരവധി തവണ 1.5 വർഷത്തിനകം ഒറ്റയ്ക്കും കൂട്ടായൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. 1ാമത്തെ വാർഡ് മുതൽ 100ാമത്തെ വാർഡ് വരെ എങ്ങനെ വിഭജിക്കുന്നു എന്നൊക്കെ എനിക്ക് ഇതിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ പല ആൾക്കാരിൽ ഒരാളും ആണ് ഇപ്പോഴത്തെ മേയർ. അതുകൊണ്ട് തന്നെ ഇതിൽ ചില വാർഡുകൾ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. ചില വാർഡുകളിൽ അങ്ങ് പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് വികസനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അത് 101 വാർഡിന്റെയും കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. ആ പോരായ്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് 101 വാർഡിനും വികസനത്തിന്റെ കാര്യത്തിൽ ഫണ്ട് തരുമ്പോഴോ മറ്റുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൗൺസിലർമാർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. അത് നിങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കാം. അങ്ങ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ബുദ്ധിമുട്ട് 101 വാർഡിന്റെ മാപ്പ് പലതവണ കാണാതെ പഠിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ടറിയാം. ഓരോ പ്രദേശത്തുള്ള ബുദ്ധിമുട്ടറിയാം. ഉദാഹരണത്തിന് തിരുമല വാർഡ് PTP സരസ്വതി സ്കൂൾ മുതൽ
അവിടെ മുതൽ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. അമ്പലമുക്ക് വാർഡ്, JNT കൗൺസിലറുടെ വാർഡ്, ഏകദേശം ഒരു 6 വാർഡുകളുടെ നടുവിൽ കൂടെ ഒരു നദി ഒഴുകുന്നത് പോലെ ഒരു അമ്പലമുക്ക് വാർഡ് വന്നിരിക്കുന്നത്. അങ്ങനെ 101 വാർഡിന്റെ ഘടന നന്നായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പോൾ അതൊക്കെ പ്രത്യേക സാഹചര്യം നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും വാർഡ് വിഭജനം നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ഡയസിൽ ഒരു കാര്യം പറയാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും നേരിട്ട് എല്ലാ വാർഡുകളിലും ഘടന ഏറെക്കുറെ ഇപ്പൊ പൂന്തുറ വാർഡിലെ ഭീമാപള്ളി വാർഡിലെ കൗൺസിലറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. കൗൺസിലറുടെ ഉണ്ട്, അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വ്യക്തമാണ്. അവർ ഏത് തരത്തിലും കോപ്പറേറ്റ് തയ്യാറാണ്, യാതൊരു സംശയവും വേണ്ട. ആ വാർഡിനുൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്ന ഒരു ഭരണസമിതിയായിരിക്കും. ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.